ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ വലിയ നോമ്പിൻ്റെ 18-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭയായി നമ്മുടെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 47 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ പരിചിതമായ യേശു കർത്താവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരണത്തിൻ്റെ അവസാന ഭാഗമാണിത്. ഈ ഒരു അധ്യായത്തിന് ശേഷം പിന്നീട് നമ്മൾ യേശു കർത്താവിനെ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ഒരു ബാല്യകാലവും കൗമാരവും ഒക്കെ തന്നെ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന 52-ാം വാക്യം വെച്ച് അളക്കാൻ സാധിക്കും. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ആൻഡ് ജീസസ് ഗ്രൂ ഇൻ വിസ്ഡം ആൻഡ് സ്റ്റാച്ചർ ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ. ഒരു പക്ഷേ ഈ ലോകത്ത് ജനിച്ചു വളരുന്ന ഏത് കുഞ്ഞിൻ്റെയും ബാല്യത്തെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും മനോഹരമായ രീതിയാണ് ജ്ഞാനത്തിലും കൃപയിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും കണ്ണിൽ മുതിർന്നു വരിക എന്നുള്ളത്. കൃപയിൽ മുതിരുവാനുള്ള കാത്തിരിപ്പ്, വെയ്റ്റിംഗ് ടു മെച്യൂർ ഇൻ ഗ്രേസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഈ ഒരു ഭാഗം നമുക്ക് വളരെ സുപരിചിതമാണ്. ബാലനായ യേശുവിനെയും കൂട്ടി തൻ്റെ മാതാപിതാക്കൾ പെസഹ പെരുന്നാളിനായി യെരുശലേം ദേവാലയത്തിലേക്ക് പോകുകയും അവരുടെ തിരിച്ചുള്ള മടക്കു യാത്രയിൽ യേശുവിനെ കൂടെ കാണാതാവുകയും വളരെ ആകുലതയോടെ തങ്ങളുടെ മകനെ തിരക്കി പോവുകയും ചെയ്യുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാം. യെരുശലേമിൽ എത്തിയ മാതാവും പിതാവും കാണുന്നത് ദേവാലയത്തിൽ മതപണ്ഡിതന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നടുവിലിരിക്കുന്ന തങ്ങളുടെ മകനെയാണ്. ഇവിടെ അമ്മയായ മറിയം തൻ്റെ മകനോട് ചോദിക്കുന്നു, നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ പിതാവും വളരെ ആകുലപ്പെട്ട് നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ. കർത്താവിൻ്റെ ഉത്തരമാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് നടന്നത്? വൈ വേ യു സോ ആങ്ഷ്യസ്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? താൻ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്ന ബോധം ഉള്ളിൽ കൊണ്ട് നടന്ന ഒരു 12 വയസ്സുകാരനെയാണ് നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദർ ഈസ് എ പേർപ്പസ് ബിഹൈൻഡ് മൈ ലൈഫ് ഓൺ എർത്ത്. സ്വർഗീയ പിതാവ് തന്നെ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ള ആ ഒരു ബോധം വളരെ ചെറുപ്രായം മുതലേ യേശു തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നതിൻ്റെ പരിണിത ഫലമാണ് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയും ക്രൂശ് മരണവും എല്ലാം. നമ്മൾ ഒരു നോമ്പ് കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ചിന്തിക്കാം, കർത്താവ് എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു? എനിക്ക് വേണ്ടി. അവൻ എന്തിനു വേണ്ടി ജീവിച്ചു? എനിക്ക് വേണ്ടി. അവൻ എന്തിനു വേണ്ടി ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു? എനിക്ക് വേണ്ടി. അവൻ എന്തിനിത്ര പീഡകൾ സഹിച്ചു? എനിക്ക് വേണ്ടി. അവൻ കുരിശിൽ യാഗമായി തീർന്നത് എനിക്ക് വേണ്ടി. അവൻ ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടി. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന കാലത്തെയാണ് നാം നോമ്പുകാലം എന്ന് പറയുന്നത്. കൃപയിൽ മുതിരുവാനുള്ളൊരു കാലമാണിത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൗകികമായ അറിവുകൾ കൊണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നിർവചിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുമ്പോൾ കൃപയിൽ മുതിരുവാനുള്ള നമ്മളുടെ സാധ്യതയെ നാം നഷ്ടപ്പെടുത്തി കളയുകയാണ്. എന്തിനു വേണ്ടിയാണ് എന്നെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത്? എന്തിനു വേണ്ടിയാണ് എന്നെ ഈ കോൺഗ്രിഗേഷൻ്റെ അംഗമായി നിലനിർത്തിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് എനിക്കൊരു സ്ഥാനം തന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഒരു ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉള്ളത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു രോഗം എനിക്ക് വന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് സ്വയം ചോദിക്കാം. അതുകൊണ്ട് ഈ നോമ്പ് കാലം അത്തരത്തിൽ നമ്മെ ഒരുക്കുന്ന ഒരു കാലമായി തീരട്ടെ.
കൃപയിൽ മുതിരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ.